ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോറിലേക്ക് സ്റ്റോക്ക് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാകുമെന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി എടുക്കാനാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് കൊച്ചി ബ്രോഡ്വേ തന്നെയാണ്. അപ്പം ഇത് നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ വേണാട് എക്സ്പ്രസ് പിടിച്ച് നേരെ എറണാകുളത്തേക്ക് വിട്ടു. അപ്പോൾ എറണാകുളത്ത് ചെന്നിറങ്ങി അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഓട്ടോയിൽ 5 പേരെ ഒരുമിച്ച് കയറ്റത്തില്ല അവർ. പിന്നെ ഓട്ടോക്കാരൻ ചേട്ടന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് സെറ്റാക്കി നമ്മൾ 5 പേരും കൂടെ ഒരു ഓട്ടോയ്ക്കകത്ത് കയറി. അങ്ങനെ ആ ഓട്ടോ ചേട്ടൻ നമ്മളെ ബ്രോഡ്വേയിലോട്ട് കൊണ്ട് അങ്ങ് ഇറക്കി. ബ്രോഡ്വേ ചെന്ന് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ പോകേണ്ടതെന്നൊക്കെ ഒന്നും അറിയത്തില്ല. പിന്നെ മാപ്പിട്ട് നോക്കി, അവിടെ ചോദിച്ചു നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നോക്കി. അങ്ങനെ വട്ടം കറങ്ങി ഒടുക്കം നമ്മൾ 1-2 സപ്ലൈസിനെ അവിടെ നിന്ന് കണ്ടുപിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്തു. നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ഒക്കെ അവർ ഓരോന്നോരോന്നായി കാണിച്ചു. ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ കാണിച്ചു തന്നു. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സൊക്കെ അവിടുന്ന് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ട്സ് വേണമല്ലോ. നമ്മൾ ഒരു ജ്വല്ലറി ബ്രാൻഡ് മാത്രമല്ല, നമ്മൾക്ക് ക്ലോത്തിങ് ഉണ്ട്, നമുക്ക് അപ്പാരൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം കറങ്ങി നടന്നതിന് ശേഷം തളർന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ട്വിസ്റ്റ്. എന്താണ്, അവിടെ ട്രെയിനില്ല. പിന്നെ അവിടുന്ന് വീണ്ടും ഓട്ടോ പിടിച്ച് നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ട്രെയിന് 5 മണിക്കുള്ള, അത് നമ്മുടെ വേണാട് എക്സ്പ്രസ് തന്നെ. പക്ഷേ 5 മണിക്ക് വേണാട് എക്സ്പ്രസ്സിൻ്റെ കാര്യം അറിയാമല്ലോ, ഇടി കൊണ്ട് ഇടപാട് തീർന്നു. അങ്ങനെ ഇടി കൊണ്ട് നമുക്ക് ബാക്കി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആകെപ്പാടുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സ്റ്റോക്സ് നമുക്ക് കിട്ടി എന്തായാലും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും വേണം. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മുടെ പേജിൽ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.